സംസ്ഥാനത്തെ സ്കൂൾ ക്യാമ്പസുകൾ മാലിന്യമുക്തമാക്കുവാനുള്ള വലിയ ക്യാമ്പയിൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണ്. ശുചിത്വ വിദ്യാലയം, ഹരിത വിദ്യാലയം ക്യാമ്പയിൻ്റെ ഭാഗമായി സ്കൂളുകൾക്കായി ഒരു പ്രോട്ടോക്കോൾ വികസിപ്പിക്കും. SCRTക്കാണ് ഇതിൻ്റെ ചുമതല. ക്യാമ്പയിൻ്റെ ഭാഗമായി സ്കൂൾ തലത്തിലും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും മാലിന്യമുക്ത പ്രഖ്യാപനം ഉണ്ടാകും. 2024 നവംബർ 1 50% സ്കൂളുകളെ ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കും. ഡിസംബർ 31 100% സ്കൂളുകളിലും സമ്പൂർണ്ണ ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കും. പുതുതായി തയ്യാറാക്കിയ 3, 5, 7, 9 ക്ലാസ്സുകളിലെ പരിസര പഠനം, അടിസ്ഥാന ശാസ്ത്രം, ജീവശാസ്ത്രം, ഹിന്ദി എന്നീ പാഠപുസ്തകങ്ങളിൽ മാലിന്യ സംസ്കരണവും ശുചിത്വബോധവും പ്രതിപാദിക്കുന്നുണ്ട്. ഈ ക്ലാസ്സുകൾ ഉൾപ്പെടെ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന ആശയത്തിലൂന്നി വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. ലഹരി വിരുദ്ധ പരിപാടി. മയക്കുമരുന്ന് ഉപയോഗം നമ്മുടെ യുവത്വത്തിൻ്റെ സ്വപ്നങ്ങളും ഭാവിയും കവർന്നെടുക്കുകയാണ്. ഇരകളാകുന്നവർ മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങളെയും സമൂഹത്തെ തന്നെയും നശിപ്പിക്കുന്ന തിന്മയാണിത്. ഇതിനെതിരെ വ്യാപകമായ ബോധവൽക്കരണം ആവശ്യമാണ്. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ട സർക്കാർ വളരെ വിജയകരമായി 1ാം ഘട്ട ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ വിദ്യാർത്ഥികളടക്കം 1 കോടി പേരെ അണിനിരത്തുവാൻ കഴിഞ്ഞു. ഇപ്പോൾ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ അടുത്ത ഘട്ടമാണ് നമ്മൾ നടപ്പാക്കുന്നത്. വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്ത് അവരുടെ അവകാശ സംരക്ഷണത്തിൻ്റെ കാതലായ പരിരക്ഷ, സുരക്ഷ, പങ്കാളിത്തം എന്നീ ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് സ്കൂൾ തലത്തിൽ കർമ്മ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. 2024-25 അധ്യയന വർഷം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി ജൂൺ മാസം 26 ആൻറ്റി ഡ്രഗ്സ് പാർലമെൻറ്റ് സംഘടിപ്പിക്കുകയുണ്ടായി. ഇതിൻ്റെ തുടർച്ചയായുള്ള പരിപാടിയാണ് ഇന്നലെ സ്കൂളുകളിൽ സംവാദ സദസ്സുകൾ സംഘടിപ്പിച്ചത്. ഇന്നലെ കോട്ടങ്ങൽ സ്കൂളിൽ നല്ല ചടങ്ങായിരുന്നു. 750 വരുന്ന കുട്ടികൾ പങ്കെടുത്തിരുന്നു. പക്ഷെ നിങ്ങളാരും വന്നില്ല. നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ലഹരി വിരുദ്ധ സന്ദേശം കുട്ടികളിലൂടെ എല്ലാ കുടുംബങ്ങളിലും എത്തിക്കുകയാണ്. നവംബർ 14 ശിശുദിന ലഹരി വിരുദ്ധ അസംബ്ലി സ്കൂളുകളിൽ സംഘടിപ്പിക്കും. ഡിസംബർ 10 ലഹരി വിരുദ്ധ സെമിനാർ ഓരോ ജില്ലകളിലും സംഘടിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ തുടർച്ചയായി 2025 ജനുവരി മാസം 30 ക്ലാസ് സഭകളും ചേരും. ലഹരി മുക്ത ക്യാമ്പസ് എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിനായി മുൻകൈ എടുക്കേണ്ടത് വിദ്യാർത്ഥികളാണ്.